കശ്മീർ സംഭവവുമായി ബന്ധപ്പെട്ട് പേടിപ്പെടുത്തുന്ന എന്നാൽ അതിനിർണായകവുമായ ചില തെളിവുകൾ പുറത്തു വരുന്നു എന്ന് കേൾക്കുന്നില്ല. അതെ, നമ്മൾ കേട്ടതൊന്നുമല്ല. കാരണം ഇപ്പോൾ അന്വേഷണ സംഘത്തിന് പ്രധാനപ്പെട്ട ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. തെളിവുകളിൽ രണ്ട് തരത്തിലുള്ള തെളിവുകളാണ്. ഒന്ന്, അവിടെ ഉണ്ടായിരുന്ന സാക്ഷികളിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കുന്നു. നമ്മുടെ ആതിര അല്ലേ, എടപ്പള്ളിയിലുള്ള രാമേന്ദ്രൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ മകളിൽ നിന്നും തെളിവെടുക്കാൻ കാശ്മീർ പോലീസും NIA വരുന്നുണ്ട്. പക്ഷേ ഡൽഹിയിലും മറ്റു ഭാഗത്തുള്ളവരുടെ തെളിവെടുപ്പ് കഴിഞ്ഞു. അതുകൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തെളിവ് ലഭിച്ചിരിക്കുന്നത് നമ്മൾ ഇതുവരെ കേട്ട കഥകളെയൊക്കെ മാറ്റിമറിക്കുന്ന തെളിവുകൾ. അതായത് ഈ ഭീകരാക്രമണം നടന്നപ്പോൾ ഒരു ഫോട്ടോഗ്രാഫർ അയാളൊരു മരത്തിൽ കയറി രക്ഷപ്പെട്ടു. അയാളുടെ ജോലി എന്ന് പറഞ്ഞാൽ അവിടെ വരുന്ന ആളുകൾക്ക് ഈ റീൽസ് എടുത്ത് കൊടുക്കുകയാണ്. പണ്ടൊക്കെ നമ്മൾ ഈ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഫോട്ടോഗ്രാഫർമാർ വരും, ഫോട്ടോ എടുത്ത് തരും, അപ്പം തന്നെ നമുക്ക് പ്രിന്റ് തരും. ഇങ്ങനെ സംവിധാനം ഉണ്ടല്ലോ. അതുപോലെ ഇപ്പോൾ സോഷ്യൽ മീഡിയ കാലമായതുകൊണ്ട് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഫോട്ടോഗ്രാഫറുണ്ട്. അയാൾ നമുക്ക് റീൽസിന് വേണ്ടിയിട്ടുള്ള ഫോട്ടോസ് എടുത്ത് സെറ്റ് ചെയ്ത് തരും. അങ്ങനെ ഒരു ഫോട്ടോഗ്രാഫർ ഈ വെടിവെച്ച കേട്ടു സംഭവം കണ്ട് ഇയാൾ മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്നു. മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് ഇയാൾ ഒരുപാട് ചിത്രങ്ങൾ അയാളുടെ ടെലി ലെൻസുള്ള ക്യാമറ കൊണ്ടെടുത്തു. ആ ചിത്രങ്ങൾ, ആ വീഡിയോസ് മുഴുവൻ ഇപ്പോൾ പോലീസിന് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ആ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി അതിൽ പരിശോധിച്ചപ്പോഴാണ് നമ്മൾ ഒരു ആദിൽ എന്ന് പറഞ്ഞ കുതിരക്കാരൻ വെടിയേറ്റ് മരിച്ചു ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടല്ലോ. അപ്പോൾ കുതിരക്കാർ രക്ഷപ്പെടുത്തി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പല കുതിരക്കാർക്കും ഈ ആക്രമണത്തെക്കുറിച്ച് അറിവുണ്ടായിരുന്നു, അവർ ഇതിൽ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നതിൻ്റെ തെളിവ് കിട്ടുകയും ഏതാണ്ട് 15ഓളം ആളുകൾ, തദ്ദേശവാസികളും കുതിരക്കാരും ഉൾപ്പെടെ ഇപ്പോൾ സുരക്ഷാ ഏജൻസികളുടെ കസ്റ്റഡിയിലുണ്ട്. അതാണ് ഒന്നാമത്തെ കാര്യം. ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം, കാശ്മീരിൽ ആ താഴ്വരയിൽ അന്ന് നടന്നത് ഭീകരവാദികൾ തയ്യാറാക്കിയിരുന്ന പ്ലാൻ B ആണ്. പ്ലാൻ A നടന്നില്ല. പ്ലാൻ A എന്ന് പറഞ്ഞാൽ 100 കണക്കിന് ആളുകളെ വെടിവെച്ച് കൊല്ലണം എന്നതായിരുന്നു. 100 കണക്കിന് ആളുകളെ വെടിവെച്ച് കൊന്നാൽ നമ്മൾ കേട്ടിട്ടുള്ളതിൽ ഏറ്റവും വലുത് മുംബൈ ഭീകരാക്രമണം ആണല്ലേ. 166 പേർ കൊല്ലപ്പെട്ടു. 166 പേർ കൊല്ലപ്പെട്ട ഭീകരാക്രമണ കേസിലെ പ്രതിയായ റാണയെ അമേരിക്കയിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് നമ്മുടെ കസ്റ്റഡിയിൽ ഇട്ട് നമ്മൾ ചോദ്യം ചെയ്ത് പാകിസ്ഥാൻ്റെ പങ്ക് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തു കൊണ്ടുവന്നിരിക്കുന്ന അതേ സന്ദർഭത്തിൽ പാകിസ്ഥാൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു 100 കണക്കിന് ആളുകൾ കൊല്ലപ്പെടുന്ന ഒരു ആയിരുന്നു പ്ലാൻ A. ആ പ്ലാൻ A നടന്നില്ല. ആ പ്ലാൻ A നടക്കാത്തതിൻ്റെ കാരണത്തിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ഇപ്പോൾ നേരത്തെ വന്ന ഫോട്ടോഗ്രാഫറിൽ നിന്ന് പുറത്തു വന്ന ഒരു വീഡിയോ ഉണ്ട്. സിപ്പ് ലൈൻ ഉണ്ട്. അതായത് ഈ പുൽമേടിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് ഉരുക്ക് കമ്പി കെട്ടി അതിലൂടെ സിപ്പ് ചെയ്ത് ആളുകൾക്ക് തെന്നി നീങ്ങാം, ആകാശയാത്ര നടത്താം. അപ്പോൾ രണ്ടറ്റത്തുള്ള ഉയരത്തിൽ സ്റ്റെപ്പ് കയറി മുകളിൽ ചെല്ലണം, അവിടെ നിന്ന് സിപ്പ് ലൈനിൽ നിൽക്കുക, പുള്ളി ചെയ്ത് വിടും. അതിന് സിപ്പ് ലൈനിലേക്ക് ഒരാൾ വന്ന് കയറുന്നു. അയാൾ അവിടെ കയറിയെന്ന് അയാളെ ബന്ധിപ്പിച്ച് സിപ്പ് ലൈൻ ഇടുമ്പോഴത്തേക്ക് സിപ്പ് ലൈനിലേക്ക് കയറ്റി അയക്കുന്നതിന് തൊട്ട് മുമ്പ് വെടിയൊച്ച കേൾക്കുന്നുണ്ട്. വെടിയൊച്ച കേൾക്കുമ്പോൾ ആ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുന്നുണ്ട്. അതായത് ഈ വെടിയൊച്ച കേൾക്കുമ്പോൾ സാധാരണ നമ്മളൊരു പടക്കത്തിൻ്റെ ശബ്ദം, എന്താ ശബ്ദം എന്ന് ഓർത്ത് നമ്മൾ ചുറ്റും നോക്കി, എവിടെ നിന്ന് ശബ്ദം നോക്കുമല്ലോ. ഇങ്ങനെയല്ല, ഇയാൾ വളരെ കൂളായിട്ട് അവിടെ നിന്നിട്ട് ഓരോ തവണ വെടിയൊച്ച കേൾക്കുമ്പോൾ അല്ലാഹു അക്ബർ എന്നാണ് പറയുന്നത്. എന്നിട്ട് ഇയാളെ ഈ യാത്രികരെ ഈ സിപ്പ് ലൈനിലേക്ക് തള്ളി വിടുകയാണ്. അയാൾ ആകാശത്തൂടെ ഇങ്ങനെ പോകുമ്പോൾ അയാൾ കാണുന്നില്ല, അയാൾക്ക് മനസ്സിലാവുന്നില്ല. അയാൾ ഇന്നിങ്ങനെ ആകാശത്തൂടെ പോകുന്നതിൻ്റെ ഒരു വല്ലാത്ത ത്രില്ലിൽ ഹാ ഹൂ എന്നൊക്കെ വെക്കുന്നുണ്ട്. പക്ഷേ താഴത്ത് കാണുന്നുണ്ട് ചില ആളുകൾ വെടിയേറ്റ് വീടുന്നൊക്കെ. ആ വീഡിയോ ഫുള്ള് കാണുമ്പോൾ അറിയാം. അപ്പോൾ അവിടെ എന്തുകൊണ്ടാണ് ഈ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ താഴെ വെടിവെപ്പ് നടക്കുമ്പോൾ ഇയാളെ ഇതിൽ കയറ്റി വിട്ടത്? മുകളിൽ കൂടെ പോകുമ്പോൾ ഇയാൾക്കൊരു വെടി കിട്ടിക്കോട്ടെ എന്നായിരിക്കാം. അതോടൊപ്പം തന്നെ രണ്ടാമത്തെ കാര്യം, എന്തുകൊണ്ട് ഇയാൾ വെടിയൊച്ച കേൾക്കുമ്പോൾ പരിഭ്രാന്തനാവാതെ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ, അല്ലാഹു ആണ് രാജാവ്, അല്ലാഹു ആണ് പരമാധികാരി, പടച്ച തമ്പുരാൻ, ഏറ്റവും വലിയ ആൾ അല്ലാഹു ആണെന്നാണ് അല്ലാഹു അക്ബറിൻ്റെ അർത്ഥം എന്നാണ് എൻ്റെ ധാരണ. അത് ഓരോരുത്തരെ കൊല്ലുമ്പോഴും അല്ലാഹു ജയിക്കട്ടെ, അല്ലാഹു ആണ് വലിയവൻ, അല്ലാഹു ആണ് വലിയവൻ എന്ന് ഇയാൾ ഉച്ചരിക്കുന്നുണ്ടെങ്കിൽ ഇയാൾക്ക് കൃത്യമായ അറിവുണ്ട്. ഈ സിപ്പ് ലൈനറെ ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾ കയ്യിലെടുത്തിട്ടുണ്ട്, അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആക്രമണം നടത്തുന്ന കൃത്യമായി അവിടെ ഉള്ളവർക്ക് അറിയാമായിരുന്നു. അപ്പോൾ അതാണ്
നേരത്തെ ഇത് ആകസ്മികമായി ആരും അറിയാതെ ഈ കാശ്മീരികളെല്ലാം എല്ലാ കാശ്മീരികളും പാവാട എന്ന് പറയുന്ന ഒരു തിയറി ഉണ്ടല്ലോ, മുസ്ലിങ്ങൾ രക്ഷിച്ചു, അങ്ങനെയാണ്, തേങ്ങയാണ്, മാങ്ങയാണെന്നൊക്കെ പറയുന്ന ആ തിയറി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി നേരത്തെ പറഞ്ഞ കുതിരക്കാരൻ ആദിലിൻ്റെ കഥയിൽ പോലും ഒരു വ്യത്യസ്ത കഥ ഇപ്പോൾ വരുന്നുണ്ട്. അതിൻ്റെ പൂർണ്ണമായ തെളിവുകൾ വരാത്തതുകൊണ്ട് ഞാൻ അതേക്കുറിച്ച് മിണ്ടുന്നില്ല. ആ കഥ അങ്ങനെ നിൽക്കട്ടെ, അദ്ദേഹം ഒരു വീരപുരുഷനായി നിൽക്കട്ടെ. അങ്ങനെയാണ് തൻ്റെ കൂടെയുള്ള താൻ കൊണ്ടുപോകുന്ന യാത്രികരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ച കുതിരക്കാരനാണ് ആദിലെന്ന 26കാരനെങ്കിൽ നമുക്ക് രാജ്യം ഒരു വലിയ ബഹുമതി കൊടുത്ത് അയാളെ ആദരിക്കണം. പക്ഷേ മറ്റൊരു കുതിരക്കാരൻ്റെ കഥ ഞാൻ പറയാം. ഏക്താ തിവാരി എന്ന് പറയുന്ന രാജസ്ഥാനി വനിത ഒരു കുതിരപ്പുറത്ത് വരികയായിരുന്നു. അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്നെ എടുത്തിട്ടുണ്ട്, സുരക്ഷാ ഏജൻസികൾ എടുത്തിട്ടുണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് പുറത്ത് വന്നിട്ടുണ്ട്. ഏക്താ തിവാരി കുതിരപ്പുറത്ത് വരുമ്പോൾ ഈ പോണിവാല, അതായത് കൊല്ലപ്പെട്ട ആദിലിനെ പോലെയുള്ള കുതിരക്കാരൻ പോണിവാല ചോദിച്ചു, നിങ്ങൾ ഹിന്ദുവാണോ ക്രിസ്ത്യാനിയാണോ എന്ന് ചോദിച്ചു. അവർ പറഞ്ഞു ഞാൻ ഹിന്ദുവാണ്. ഉടനെ ഇവരോട് ചോദിച്ചു നിങ്ങൾ അജ്മീർ ദർഗയിൽ പോയിട്ടുണ്ടോ? കാശ്മീരിലാണ്, അല്ല സോറി രാജസ്ഥാനിലാണ് അജ്മീർ ദർഗയിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. പിന്നീട് ചോദിച്ചു ഖുറാൻ വായിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇവർ പറഞ്ഞു, ഈ ഏക്താ തിവാരി പറഞ്ഞു ഇല്ലില്ല, എനിക്ക് ഉറുദു അറിയില്ലല്ലോ. ഉടനെ അയാളുടെ മറുചോദ്യം, വായിക്കണമെങ്കിൽ ഉറുദുവിലും ഹിന്ദിയിലും ഖുറാൻ ലഭ്യമാണ്, നിങ്ങൾക്ക് വേണേൽ വായിക്കാമായിരുന്നു എന്ന് ഇയാൾ പറയുന്നു. അങ്ങനെ ഇയാളോട് ചോദിച്ചു നിങ്ങൾ എന്താണ് കുതിരക്കാരനായിട്ടാണോ ജോലി ചെയ്യുന്നത്? ശ്രദ്ധിക്കണം ഇനി പറയുന്നത്, കുതിരക്കാരനായിട്ടാണോ നിങ്ങൾ ജോലി ചെയ്യുന്നത്? ഇതിലുള്ള വരുമാനം കൊണ്ടൊക്കെ ജീവിക്കാൻ പറ്റുമോ എന്ന് ഏക്താ തിവാരി ചോദിക്കുമ്പോൾ ഇയാൾ പറയുന്നു ഞാനൊരു മദ്രസ അധ്യാപകനാണ്. ആ മദ്രസ അധ്യാപകനായ നിങ്ങളെന്തിനാണ് ഈ കുതിരക്കാരനായിട്ട് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത് ചോദിച്ചപ്പോൾ ഇതിനും മറുപടി ഉണ്ടായില്ല. അതെല്ലാം കഴിഞ്ഞ് വീണ്ടും അയാൾ ചോദിച്ചു നിങ്ങൾ വന്നൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഈ ഗ്രൂപ്പിലുള്ളത് മുഴുവൻ ഹിന്ദുക്കളാണോ അതോ മുസ്ലിം ഹിന്ദുക്കൾ മാത്രമേ ഉള്ളോ നിങ്ങളുടെ ഗ്രൂപ്പിൽ എന്ന് ചോദിച്ചു. എന്തോ ഒരു കുഴപ്പം തോന്നിയിട്ട് ഈ ഏക്താ തിവാരി പറഞ്ഞു അല്ല അതിനകത്ത് മുസ്ലിംസും ഉണ്ട് എന്ന് പറഞ്ഞു. അതെല്ലാം കഴിഞ്ഞ് ചോദിച്ചു, നിങ്ങളോട് ചോദിച്ചു, അയാൾ ചോദിച്ചു, കുതിരക്കാരൻ ഈ ഏക്താ തിവാരിയോട് ചോദിച്ചു എന്താ നിങ്ങളുടെ ജോലി? അവർ പറഞ്ഞു ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഒരു റിട്ടയർഡ് ജീവനക്കാരിയായിരുന്നു, റിട്ടയർ ചെയ്തു എന്ന് ഏക്താ തിവാരി പറഞ്ഞു. SBIയിലെ ജീവനക്കാരിയായിരുന്നു ഏക്താ തിവാരി. ഉടനെ ഇവർ ഈ കുതിരക്കാരനെ മറുപടി നിങ്ങളെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നത്, നിങ്ങളെ കണ്ടാൽ ഒരു പോലീസുകാരി അല്ലെങ്കിൽ ഒരു ലോയർ അങ്ങനെയാണ് എനിക്ക് തോന്നുന്നതെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അടുത്ത ജൂലൈ ആകുമ്പോഴത്തേക്ക് അമർനാഥ് യാത്ര തുടങ്ങുകയാണ്, നിങ്ങൾ വാ കേട്ടോ, ഞാൻ എല്ലാ സഹായവും ചെയ്തു തരാം എന്ന് ഈ കുതിരക്കാരൻ പോണിവാല ആദിലിനെ പോലെയുള്ള വീരശൂര പരാക്രമിയായ ത്യാഗിയായ നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ വാഴ്ത്തുന്ന ആദിലിനെ പോലെയുള്ള ഈ മറ്റൊരു കുതിരക്കാരൻ പറഞ്ഞൊരു കാര്യം ഞാൻ എല്ലാ സഹായവും ചെയ്തു തരാം. ഉടനെ ഏക്താ തിവാരി വന്നൊരു അങ്ങയുടെ നമ്പർ തരൂ, ഞാൻ നമ്പർ ഒന്ന് കുറിച്ച് വെക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ പറഞ്ഞു എൻ്റെ കയ്യിൽ പ്രവർത്തിക്കുന്ന ഒരു ഫോണില്ല, ഒരു വർക്കിംഗ് ഫോൺ എൻ്റെ കയ്യിൽ ഇല്ല എന്ന് പറഞ്ഞു. ഇത് പറയുകയും പെട്ടെന്നൊരു ഫോണിൻ്റെ ശബ്ദമുണ്ട്. നോക്കുമ്പോൾ ഇയാൾ ബൂട്ടിനകത്ത് ഇയാളുടെ ഷൂവിനകത്ത് നിന്ന് ഒരു ചെറിയ ഫീച്ചർ ഫോണുള്ള പഴയ ഫീച്ചർ ടച്ച് സ്ക്രീൻ അല്ലാത്ത പഴയ മോഡൽ ഫോൺ എടുത്തിട്ട് അയാൾ അങ്ങോട്ട് മാറി നിന്ന് സംസാരിക്കാൻ തുടങ്ങി. സംസാരിക്കുന്നതിൽ നിന്ന് ഇയാൾ മനസ്സിലാക്കുന്നത് പ്ലാൻ എ നടക്കത്തില്ല, ഇതുകൊണ്ട് പ്ലാൻ ബി ആണ് ഇനി പറ്റുള്ളൂ. എത്ര പേര് ഇപ്പോൾ 20 പേര് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്നൊക്കെ ഇയാൾ പറയുന്നു. എന്നിട്ട് പറഞ്ഞു ബന്ദൂക്ക് 35 എണ്ണം കുറ്റിച്ചെടികളുടെ ഇടയിലുണ്ട്. ഇത്രയും പറയുന്നത് താൻ കേട്ടുവെന്ന് ഏക്താ തിവാരി അന്വേഷണ ഏജൻസികൾ മൊഴി കൊടുത്തിട്ടുണ്ട്. അതായത് ബന്ദൂക്ക് എന്ന് പറഞ്ഞാൽ തോക്കാണ്. 35 തോക്കുകൾ കുറ്റിച്ചെടികളുടെ ഇടയിൽ വച്ചിട്ടുണ്ട്. ഇപ്പോൾ 20 പേരെ മുകളിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് ഇവർ കേട്ടു. ഇയാൾ മാറി നിന്ന് സംസാരിക്കുന്നതാണെങ്കിലും ഇവർ അത് പറയുന്നത് പതിയെ പറഞ്ഞെങ്കിലും ഇവരുടെ ഏകതാ തിവാരി കേട്ടതായി ഏകതാ തിവാരി മൊഴി കൊടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഏകതാ തിവാരിയുടെ സഹോദരൻ കഴുത്തിലൊരു രുദ്രാക്ഷം കെട്ടിയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോഴത്തേക്ക് ഇയാൾ ചോദിച്ചു ഇതെന്താണ് രുദ്രാക്ഷം കെട്ടി, ഇതൊന്നും ഇട്ടുകൊണ്ട് ഇവിടെ വരാൻ പാടില്ല എന്ന് പറഞ്ഞ് അയാളോട് വളരെ മോശമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഇത്രയൊക്കെ ആയപ്പോൾ ഏകതാ തിവാരിക്കും ഗ്രൂപ്പിനും തോന്നി എന്തോ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇവർ നമ്മുടെ ഭൈരസൻ വാലിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 500 മീറ്റർ അടുത്തെത്തിയപ്പോഴേ കുന്നു കയറി പോകണമല്ലോ, അങ്ങോട്ട് റോഡൊന്നുമില്ല, മോട്ടോർ റോഡൊന്നുമില്ല, നടന്നു പോകണം അല്ലെങ്കിൽ കുതിരപ്പുറത്ത് പോകണം. ഇത്രയൊക്കെ ആയപ്പോൾ ഏകതാ തിവാരിക്ക് തോന്നി എന്തോ ഒരു പന്തികേടുണ്ട്, അതുകൊണ്ട് തിരിച്ചു പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ അനിഷ്ടത്തോടെ അനിഷ്ടത്തോടെ പോണ്ടേ, എനിക്ക് അങ്ങ് വരെ ചെന്നാലും ചെന്നില്ലെങ്കിൽ എനിക്ക് പറഞ്ഞ കാശ് തരണം കേട്ടോ എന്തൊക്കെ പറഞ്ഞു. അത് പൈസ തന്നേക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ പറഞ്ഞ പൈസ മുഴുവൻ അവിടെ വരെ എത്തിയില്ലെങ്കിൽ പോലും
1/2 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ച് ഏക്താ തിവാരിയും ഗ്രൂപ്പും തിരിച്ചു മടങ്ങി. അതുകൊണ്ട് അവരുടെ ജീവൻ രക്ഷപ്പെട്ടു എന്നാണ് അവരുടെ മൊഴി. ഈ മൊഴിയൊന്നും നമ്മുടെ മാധ്യമങ്ങളിൽ വരത്തില്ല. ഞാൻ നേരത്തെ ഈ സിപ്പ് ലൈനിൽ തള്ളിവിടുന്ന ആ വെടിയുച്ച കേൾക്കുന്ന സിപ്പ് ലൈൻ ഓപ്പറേറ്ററെ കുറിച്ച് പറഞ്ഞില്ലേ, അതിൻ്റെ വീഡിയോ ഇന്നിപ്പോൾ നമ്മുടെ നാഷണൽ മീഡിയയിൽ വന്നത് കണ്ടു. നമ്മുടെ ഏഷ്യാനെറ്റിലും ഞാൻ കണ്ടു, ഏഷ്യാനെറ്റിൽ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ഇയാളുടെ ആ വെടിയൊച്ച കേൾക്കുന്ന സമയത്ത് ആ സിപ്പ് ലൈൻ ഓപ്പറേറ്റർ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് ഏഷ്യാനെറ്റ് കേൾപ്പിച്ചില്ല. ഇനി വീണ്ടും വരുമ്പോൾ പ്രേക്ഷകർ ശ്രദ്ധിച്ചു. ഞാൻ അത് ആദ്യം കണ്ടത്, ഞാനത് അവസാനം വരെ ഈ കാര്യം ലേഖകൻ പറയുമോ ലേഖകന് കേൾക്കാം. അവിടെ നിൽക്കുന്ന അബ്ജോദാണെന്ന് തോന്നുന്നു ഉണ്ടായിരുന്നത്. അബ്ജോദിന് കേൾക്കാം ആ വീഡിയോയിൽ അല്ലാഹു അക്ബർ ഓരോ തവണ വെടിവെച്ച കേൾക്കും ഇയാൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നു. അത് ഓഡിയോ TV കാണിക്കുന്നുണ്ടല്ലേ? ഓഡിയോയിലുണ്ട്, ആ വീഡിയോ നമുക്ക് കാണിക്കാം. അത് പക്ഷേ ഈ നമ്മുടെ മലയാളം ചാനലുകൾ കാണിച്ചില്ല, നമ്മുടെ പത്രങ്ങളിലെ വാർത്തയില്ല. ആദ്യത്തെ ദിവസം മതം നോക്കിയാണ്, മതം ചോദിച്ചാണ് കൊന്നത് എന്ന് ഇവരാരും പറഞ്ഞില്ല. പക്ഷേ അത് പതുക്കി വെക്കാൻ പറ്റാതെ മറ്റ് മാധ്യമങ്ങളിലൂടെ എല്ലാം പുറത്തു വരികയും കാശ്മീരിലെ നേതാക്കന്മാർ പോലും അതിനെ അപലപിക്കുകയും ചെയ്തപ്പോൾ ഗത്യന്തരമില്ലാതെ നമ്മുടെ മാധ്യമങ്ങൾ കാണിക്കുകയായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോഴും പറഞ്ഞിട്ടില്ല മതം നോക്കി മാത്രമല്ല, ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം ടേബിളിൽ എത്തിച്ച പല മൃതദേഹങ്ങളുടെയും പാൻറ് ഊരിയ നിലയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ സുന്നത്ത് ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിച്ചിട്ട് കൂടിയാണ് വെടിവെച്ചത്. അത് ഇന്ന് വരെ മലയാളത്തിൽ ഒരു മാധ്യമങ്ങളും പറഞ്ഞിട്ടില്ല. അപ്പം തികച്ചും തീവ്രവാദത്തിനും മതമില്ല എന്ന് ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ആളുകൾക്ക് മുന്നിൽ തീവ്രവാദത്തിനും മതം മാത്രമേ ഉള്ളൂ എന്ന് സ്ഥാപിക്കപ്പെട്ടപ്പം ഇവരുടനെ ആദിലിൻ്റെ പേര് പറയുകയാണ്. ഒരു ആദിൽ അബദ്ധവശാൽ കൊല്ലപ്പെട്ടു അല്ലേ? കൊല്ലപ്പെട്ട ബാക്കി 25 പേർക്ക് മുഖമില്ല, പേരില്ല, അവരെ ആരും കാണുന്നില്ല. ആകെ ഒരൊറ്റ ഹീറോയേ ഉള്ളൂ, ആദിൽ മാത്രമാണ് ഹീറോ. എന്നിട്ടോ ഇപ്പം ആതിര പറഞ്ഞത്രേ 2 പേരെന്നെ സഹായിച്ചു, എനിക്ക് 2 ആങ്ങളമാരെ കിട്ടിയെന്ന്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഇവിടെ ഈ ഒരു അപകടത്തിൽ വന്ന് പാകിസ്ഥാനികൾ വന്ന് റോഡപകടത്തിൽപ്പെട്ടാലും നമ്മൾ ഓടിയെടുത്ത് വണ്ടിയെ എടുത്തുകൊണ്ട് പോകും അല്ലേ? ഒരു ദുരന്തം ഉണ്ടായാൽ നമ്മൾ സഹായിക്കും. അത്രയൊക്കെയല്ലേ അവിടെ സംഭവിച്ചുള്ളൂ. എന്താ അതിലേറെ സംഭവിച്ചത്? അപ്പോൾ അവർ ചെയ്ത കാര്യങ്ങൾ നമ്മൾ കുറച്ചൊന്നും കാണിക്കുന്നില്ല. മാത്രമല്ല, കാശ്മീരിൽ ഇപ്പോൾ അവർക്ക് തൊഴിൽ കിട്ടുന്നുണ്ട്, പുതിയ ജീവിതമുണ്ട്. അതുകൊണ്ട് അവിടെ ടൂറിസ്റ്റുകൾ വരിക എന്നുള്ളത് ഇപ്പോൾ കാശ്മീരികളുടെ ആവശ്യമാണ്. ഇനിയിപ്പോൾ ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഇങ്ങനെ ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഇവരെ പോലെയുള്ള ഏക്താ തിവാരിയെ കൊണ്ടുപോയ പോണിവാലയെ പോലെയുള്ള ആളുകൾക്ക് വരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ അവിടേക്ക് ഇങ്ങനെ ഇടിച്ചു തള്ളി കയറി പോവേണ്ട കാര്യമുണ്ടോ എന്ന് ഈ നാട്ടിലെ ആളുകൾ തീരുമാനിച്ചാൽ ഈ കച്ചവടം അങ്ങ് തീരും. ഇപ്പോൾ കാശ്മീർ വാലി പോലെ തന്നെ അതിമനോഹരമാണ് ഹിമാചൽ അല്ലേ? മഞ്ഞുണ്ട്, മലയുണ്ട്, ഇതുപോലത്തെ പുൽമേടുകളുണ്ട്. ഇപ്പോൾ ഹിമാചൽ ടൂറിസത്തിൻ്റെ പരസ്യം ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഏതായാലും ഈ പ്ലാൻ എ നടപ്പാക്കാൻ പറ്റിയില്ല. പ്ലാൻ എ നടപ്പാക്കിയതെന്ന് ആലോചിച്ച് നോക്കിയേ, 100 കണക്കിന് ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന തരത്തിലേക്ക് ഇവരുടെ ഭീകരാക്രമണം മാറിയിരുന്നെങ്കിൽ രാജ്യം എത്ര വലിയ ഞെട്ടലായിരുന്നു. ഒരുപക്ഷെ നമ്മളിത് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ശത്രു രാജ്യവുമായിട്ട് ഒരു യുദ്ധം പോലും ഇപ്പോൾ ഇതിനകം നടന്നു കഴിയുമായിരുന്നു. ഏതായാലും പ്ലാൻ ബി ആണ് നടന്നത്. പ്ലാൻ എ ഇതിൻ്റെ 10 മടങ്ങ് നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്ന, ജീവനെടുക്കുന്ന അതിഭീകരമായ ഒരാക്രമണമായിരുന്നു പ്ലാൻ ചെയ്തതെന്നും അതിന് അവിടെ ഉണ്ടായിരുന്ന കച്ചവടക്കാർ, മറ്റ് ഈ കളി ഉപകരണങ്ങളുടെ ഓപ്പറേറ്റർമാർ, കുതിരക്കാർ എല്ലാം പങ്കാളികളായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ അനുനിമിഷം പുറത്തു വന്നുകൊണ്ടിരിക്കുക. ആദിലിനെ പോലെയുള്ള ചില ആളുകളുടെ പേരും പറഞ്ഞ് ഇതിനെ വെള്ളപൂശാനുള്ള ശ്രമം അധികം ദിവസം നീണ്ടു നിൽക്കാൻ സാധ്യത വളരെ കുറവാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.